അപ്പോൾ സ്പൈസസ് പാക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു 4 പോയിന്റ്. പാക്കിംഗ് സൊല്യൂഷനിലേക്ക് വരുമ്പോൾ ഒരു സ്പൈസസ് പാക്ക് ചെയ്യേണ്ടത് ആവശ്യകം ഈ 4 പോയിന്റാണ് ആദ്യം നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത്. ഈ ഹാൻഡ് ഓപ്പറേറ്റഡ് സീലിംഗ് മെഷീനിൽ ഒരു 200 mm തൊട്ട് ഒരു 1000 mm വരെ നീളം കിട്ടുന്ന മെഷീൻസ് ഇന്ന് അവൈലബിൾ ആണ്. സ്പൈസസ് പാക്ക് ചെയ്ത് സപ്ലൈ ചെയ്യുന്ന രീതിയിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. സോ പ്രൊഡക്റ്റിന്റെ സേഫ്റ്റിക്ക് അനുയോജ്യമായ പാക്കിങ്ങിന് വേണ്ട മെഷീൻസ് ഏതൊക്കെയാണ്? നമുക്ക് ആദ്യം തന്നെ സീലിംഗ് മെഷീൻസിലേക്ക് നോക്കാം. സീലിംഗ് മെഷീൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്പൈസസ് ഒരു പ്ലാസ്റ്റിക് കവർ, ഒരു ഡബിൾ ടീ ഓർ സിംഗിൾ ടീ കവറിലേക്ക് ഫില്ല് ചെയ്യുകയും ഈ പ്രോഡക്റ്റിനെ നിങ്ങളൊരു സീലിംഗ് മെഷീൻ ഉപയോഗിച്ച് സീൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് നമുക്കൊരു ഹാൻഡ് ഓപ്പറേറ്റഡ് സീലിംഗ് മെഷീൻ ആദ്യം പരിചയപ്പെടാം. ഈ ഹാൻഡ് ഓപ്പറേറ്റഡ് സീലിംഗ് മെഷീനിൽ ഒരു 200 mm തൊട്ട് ഒരു 1000 mm വരെ നീളം കിട്ടുന്ന മെഷീൻസ് ഇന്ന് അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ വീതി 1.6 mm തൊട്ട് 5 mm വീതി വരുന്ന മെഷീൻസും അവൈലബിൾ ആണ്. ഒരു 1200 രൂപയെല്ലാം തുടങ്ങി ഈ മെഷീൻസ് ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ പാക്കിംഗ് റിക്വയർമെൻറ്റ്, അതായത് ഒരു ദിവസം ഒരു 100 പാക്കറ്റ്സ് ആണ് നിങ്ങൾ പാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്കൊരു ചെറിയ ഹാൻഡ് സീലിംഗ് മെഷീൻസ് ഉപയോഗിച്ച് ഈ പ്രോഡക്റ്റിനെ സുഖമായിട്ട് പാക്ക് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങളുടെ പാക്കിംഗ് റിക്വയർമെൻറ്റ് 100 to 500 numbers per day ആണെങ്കിൽ പെഡൽ ഓപ്പറേറ്റഡ് സീലിംഗ് മെഷീൻസ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ കാലുപയോഗിച്ച് ഈ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുകയും അതുപോലെ കൈ ഉപയോഗിച്ച് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കവറ് ഈ മെഷീനിൽ കടത്തിവിടുകയും നമുക്ക് സീൽ ചെയ്യാനായിട്ടും സാധിക്കും. അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി, നിങ്ങളുടെ ടൈം, ഒരു പാക്കറ്റ് പാക്ക് ചെയ്യാനെടുക്കുന്ന ടൈം നമുക്ക് കുറഞ്ഞ് വരും. പിന്നെ മൂന്നാമതായിട്ട് വരുന്നത്, നിങ്ങളുടെ പാക്കിംഗ് റിക്വയർമെൻറ്റ് ഒരു 500 പാക്കറ്റിന് മുകളിലാണ് ഒരു ദിവസം വരുന്നതെങ്കിൽ നമുക്ക് സെമി ഓട്ടോമാറ്റിക് മെഷീനിലേക്ക് പോകാം. സെമി ഓട്ടോമാറ്റിക് മെഷീൻ എന്ന് പറയുമ്പോൾ ബാൻഡ് സീലർ മെഷീൻസ് ആണ്. നിങ്ങൾ ഈ ഫില്ല് ചെയ്തിരിക്കുന്ന ഈ കവറ് ഈ മെഷീനിലേക്ക് കടത്തിവിടുകയും ഒരു കൺവെയർ സിസ്റ്റം വഴി മെഷീൻ അത് സീൽ ചെയ്ത് പുറത്തേക്ക് നമുക്ക് തരുന്നു. അതൊരു മിനിറ്റിൽ ഒരു 10 to 15 പാക്കറ്റ്സ് നമുക്ക് പാക്ക് ചെയ്തെടുക്കാൻ പറ്റും. 15,000 രൂപ തൊട്ടിട്ട് മുകളിലേക്ക് നമുക്ക് ഈ മെഷീൻസ്, പല ടൈപ്പ് ഓഫ് മെഷീൻസ് അവൈലബിൾ ആണ്. ഇനി അതല്ല, നിങ്ങളുടെ പ്രൊഡക്ഷൻ റിക്വയർമെൻറ്റ് ഇതിലും കൂടുതലാണ്, 500 per ഡേയിനേക്കാളും കൂടുതലാണ്, ഒരു 3000 കിലോ ഒക്കെയാണ് ഒരു ദിവസം നിങ്ങൾക്ക് പാക്ക് ചെയ്യേണ്ട റിക്വയർമെൻ്റ് എങ്കിൽ നമുക്ക് ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീൻസിലേക്ക് നോക്കാം. അവിടെ നമുക്ക് ഈ സ്പൈസസ് വേ ചെയ്ത് ഫില്ല് ചെയ്ത് കവർ ഫോം ചെയ്ത് അത് സീൽ ചെയ്ത് അതിൻ്റെ ബാച്ച് കോഡ്, ബാർ കോഡ് എല്ലാം പ്രിൻ്റ് ചെയ്ത് ഒരു ഫൈനൽ ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടും. ഇനി അതല്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞു, എയറായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഈ സ്പൈസസിന് ഓക്സിഡൈസേഷൻ സംഭവിക്കുകയും അതിൻ്റെ അരോമ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. സോ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് വാക്വം പാക്കിംഗ് മെഷീൻസ് നമ്മളതിന് സഹായിക്കും. വാക്വം പാക്കിംഗ് മെഷീൻസിൽ സംഭവിക്കുന്നത്, ഈ പാക്ക് ചെയ്തിരിക്കുന്ന കവറിൻ്റെ ഉള്ളിൽ കുറച്ച് എയർ ഉണ്ടാകും. ആ എയറിനെ നമ്മൾ സക്ക് ചെയ്ത് കളഞ്ഞ് കംപ്ലീറ്റ് എയർ ഫ്രീ ആയിട്ട്, എയർ കോണ്ടാക്റ്റ് ഇല്ലാതെ ഈ പ്രോഡക്റ്റിനെ നമ്മൾ പാക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഷെൽ ലൈഫ് കൂടുവാനും ഇതിൻ്റെ ക്വാളിറ്റി അതേ രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ വാക്വം പാക്കിംഗ് മെഷീൻ നമ്മളെ സഹായിക്കും. ഇതൊരു 10,000 രൂപ തൊട്ട് മുകളിലേക്ക് നമുക്ക് വെറൈറ്റി ഓഫ് വാക്വം പാക്കിംഗ് മെഷീൻസ് അവൈലബിൾ ആണ്. അതിൽ ഒരു കവർ പാക്ക് ചെയ്യുന്നതുണ്ട്, 2 കവർ ഒരുമിച്ച് പാക്ക് ചെയ്യുന്നുണ്ട്, 4 കവർ ഒരുമിച്ച് പാക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ വെറൈറ്റി ഓഫ് മെഷീൻസ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നീട് ഇപ്പോൾ കാണുന്ന ഒരു ട്രെൻഡാണ് ബോട്ടിലുകളിൽ പാക്ക് ചെയ്യുന്നത്. ഗ്ലാസ് ബോട്ടിലാകാം, പെറ്റ് ബോട്ടിലാകാം, പാക്ക് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യുന്നതുണ്ട്. എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രീമിയം ലെവലിലേക്ക് പാക്ക് ചെയ്ത് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത് നമ്മൾക്ക് ഇപ്പോൾ ഒരു ട്രെൻഡായിട്ട് കാണുന്നുണ്ട്. ആ കാറ്റഗറി വരുമ്പോൾ ഇൻഡക്ഷൻ സീലേഴ്സ് എന്ന് പറഞ്ഞ മെഷീൻ നമുക്ക് യൂസ് ചെയ്യാം. അതൊരു 10,000 തൊട്ട് മുകളിലേക്ക് പല ഡയാമീറ്ററിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച്, നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച്, നിങ്ങളുടെ ടൈപ്പ് ഓഫ് പാക്കിംഗ് കവർ അനുസരിച്ച് ഏത് മെഷീൻ വേണമെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. മാനുവൽ മെഷീൻ ആകാം, സെമി ഓട്ടോമാറ്റിക് മെഷീൻ ആകാം, ഇല്ലെങ്കിൽ ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീൻ ആകാം, ഇല്ലെങ്കിൽ വാക്വം പാക്കിംഗ് മെഷീൻസ് ആകാം, ഇൻഡക്ഷൻ സീലേഴ്സ് ആകാം. സോ നിങ്ങളുടെ പ്രോഡക്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു മെഷീൻ ചൂസ് ചെയ്യാവുന്നതാണ്.